ഇരിക്കുന്ന 4 പേരുടെയും വളരെ സോഫ്റ്റ് നേച്ചേർഡ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ നിങ്ങൾ ശരിക്കും ഈ പറഞ്ഞ ഇതിന്റെ ഓപ്പോസിറ്റ് ആകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ സതീഷ് സർ? അതല്ല ഞാൻ പറഞ്ഞ പൊളൈറ്റ് ആവണമെന്ന് പറഞ്ഞു. വർക്ക് ചെയ്യുമ്പോ ചില സമയത്ത് ഞാൻ മോഹനന്റെ കൂടെ ഇപ്പൊ കഴിഞ്ഞ 6 മാസമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ആലപ്പുഴ എറണാകുളം. അപ്പൊ അദ്ദേഹം എന്റെ അടുത്ത് അദ്ദേഹം ഇവിടെ പറയും ഒരു ചെറിയ കേസിനെ കുറിച്ച് എന്തോ പറഞ്ഞിട്ട് പോയി. എന്നാൽ ഒന്നും പറഞ്ഞില്ല. അതാണ് സത്യം, ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല. അപ്പൊ കഴിഞ്ഞ ഒരു 2-3 മാസത്തിനിടയിൽ തന്നെ അദ്ദേഹം വിയറ്റ്നാമിൽ നിന്ന് പോയി പ്രതികളെ പിടിച്ചിട്ടുണ്ട്. വിയറ്റ്നാമിൽ പോയിട്ടില്ല, അവിടുത്തെ പ്രതികളെ പിടിച്ചിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് 10-30 വർഷം മുമ്പ് ഒരു മർഡർ നടന്ന അക്യൂസിനെ പിടിച്ചു. സൈബർ ക്രൈമിലെ വേറെ കുറെ പേരെ പിടിച്ചു. വേറൊരു വെരി ഇൻട്രസ്റ്റിംഗ് അതെ അദ്ദേഹം എക്സ്പെർട്ട് അവിടെയാണ്. അദ്ദേഹം പറയണമുമ്പ് ഞാൻ പറഞ്ഞു തീർക്കാം. അല്ലെങ്കിൽ ഒരു 10-13 വർഷം മുമ്പുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് കേസ് അതിന്റെ പിന്നാലെ നടക്കുകയാണ്. അപ്പൊ നമ്മൾ പല പടങ്ങളിലൊക്കെ കാണുന്നതെന്ന് വെച്ചാൽ ഒരു നായകനോ അല്ലെങ്കിൽ വില്ലനോ ഒരു പോലീസ് സ്റ്റോറി ആണെങ്കിൽ ഒറ്റ സ്റ്റോറി, ഇത് പാരലായിട്ട് മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസസ്, മൾട്ടിപ്പിൾ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല അത് പെർസിസ്റ്റന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം നമ്മൾ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ല നോക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ തന്നെ പലതുണ്ടാവും, പല ഡിഫറെന്റ്. അതുകൂടാതെ ഓഫീസിൽ ജോലി ചെയ്യണം.